പ്രിയപ്പെട്ട മക്കളെ, വെൽക്കം ടു ആൾ. സ്വാഗതം വീണ്ടും എല്ലാവർക്കും. 8ാം ക്ലാസ്സിലെ 7th ചാപ്റ്റർ റേഷ്യോസ് അംശബന്ധങ്ങളാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചർച്ച ചെയ്തിരുന്നത്. എന്താണ് റേഷ്യോസ്? ബന്ധങ്ങൾ അല്ലെ, മാറുന്ന ബന്ധങ്ങൾ അല്ലെ, ഇതെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു, നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു. റേഷ്യോസ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അംശബന്ധം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? We have already discussed. ഓക്കെ, അതില് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ചില ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു. പല ആളുകളും ചെയ്ത് എനിക്കതിന്റെ ആൻസറുകൾ അയച്ചു തന്നിട്ടുണ്ട്. അതില് കൂടുതൽ ആളുകളും എന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള, മാഷോട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു. 4ാമത്തെ ചോദ്യം, 4th ക്വസ്റ്റ്യൻ. ഒരു ലേശം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന, സംശയം ഉണ്ടാക്കുന്ന ഒരു ചോദ്യം. ബാക്കിയെല്ലാം അതിൽ എളുപ്പമായിരുന്നു, എല്ലാവർക്കും ഉത്തരം കിട്ടി എന്നൊക്കെയാണ് പറഞ്ഞത്. വലിയ ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഈ 4ാമത്തെ ക്വസ്റ്റ്യനില് ചില ബുദ്ധിമുട്ടുകൾ ചില സുഹൃത്തുക്കൾക്കെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ ഫസ്റ്റ് ആ ഒരു ചോദ്യമാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാം, ബാക്കിയുള്ള ചർച്ചകളിലേക്ക് പോകാം. അതുപോലെ തന്നെ ചില സുഹൃത്തുക്കൾ എന്നോട് ചോദിച്ചിരുന്നു, സാർ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സില് എന്തിനാണ് ഒരു ഗൂഗിൾ ക്ലാസ് റൂമിന്റെ ലിങ്ക് ഇട്ടിരിക്കുന്നത്? ഗൂഗിൾ ക്ലാസ് റൂമിന്റെ ലിങ്ക് ഇട്ടിരിക്കുന്നത് മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് ഗൂഗിൾ ക്ലാസ് റൂമിൽ കയറി നിങ്ങളുടെ വർക്കുകളോ നിങ്ങളുടെ സംശയങ്ങളോ ഒക്കെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ആ ഗൂഗിൾ ക്ലാസ് റൂം ഒരു ക്ലാസ് ആയിട്ട് എനിക്ക് അതിനെ വർക്ക് ചെയ്യിപ്പിക്കാൻ എനിക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല, തിരക്കുകൾ കാരണം. പക്ഷെ ഞാൻ സമീപ ഭാവിയിൽ തന്നെ അത് ശരിയാക്കും. അത് നമുക്ക് എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലാസ് റൂം ആക്കിയിട്ട് മാറ്റും. അതിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സംശയങ്ങൾ ചോദിക്കുകയോ നിങ്ങളുടെ വർക്കുകൾ പോസ്റ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യാം. ഓക്കെ, ഇനി അതൊന്നും പറ്റിയിട്ടില്ലെങ്കിൽ എൻ്റെ നമ്പറില്, എൻ്റെ പേഴ്സണൽ നമ്പറിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ സംശയങ്ങൾ ചോദിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഉത്തരങ്ങൾ പോസ്റ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യാം. അതിനൊന്നും ഒരു പ്രായോഗികമായ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഓക്കെ, ആരാണ്, എന്താണ്, എവിടുന്നാണ് എന്നുള്ളത് പറഞ്ഞിട്ട് അത് പോസ്റ്റ് ചെയ്യുന്നതാണ് എനിക്ക് സൗകര്യം, അത്രയാണ്. സോ അതവിടെ നിൽക്കട്ടെ. ഇനി ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് പ്രോബ്ലംസ് തന്നതിൽ ആ 4ാമത്തെ പ്രോബ്ലം പലരും ബുദ്ധിമുട്ട് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ ഒന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്തായിരുന്നു ആ ചോദ്യം എന്ന് വെച്ചാല്, അതില് പറഞ്ഞത് മറ്റൊന്നും ആയിരുന്നില്ല. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ട്. ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ പെർപെൻഡിക്കുലർ സൈഡ്സിന്റെ റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട്. എന്തായിരുന്നു ആ പെർപെൻഡിക്കുലർ സൈഡ്സിന്റെ റേഷ്യോ? 3:4 ആയിരുന്നു. അതായത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിലെ പെർപെൻഡിക്കുലർ സൈഡ്സിന്റെ റേഷ്യോ 3:4 എന്ന് തന്നിട്ടുണ്ട് അല്ലെ. എങ്കിൽ മറ്റു ചില കണ്ടീഷൻസ് തന്നതുകൊണ്ട് അല്ലെങ്കിൽ അത് വെച്ചുകൊണ്ട് അതിൽ നിന്ന് ഈ സൈഡുകൾ കണ്ടെത്താനുള്ള ചോദ്യമായിരുന്നു അതിലുണ്ടായിരുന്നത്. അതിലെ എനിക്ക് തോന്നുന്നു ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് അതിന്റെ പെർപെൻഡിക്കുലർ സൈഡ്സിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 24 ആണ്. അഥവാ ലംബമായിട്ടുള്ള വശങ്ങളുടെ വ്യത്യാസം എന്ന് പറയുന്നത് 24 ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ എല്ലാ വശങ്ങളും 3 വശങ്ങളും കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു ചോദ്യം. ഓക്കെ, ഇത് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്, പ്രയാസങ്ങളൊന്നുമില്ല. പക്ഷേ നമ്മളുടെ ചില പ്രായോഗികമായിട്ടുള്ള പഴയ അറിവുകളൊക്കെ ഒന്ന് നമുക്ക് പൊടി തട്ടിയെടുക്കേണ്ടതുണ്ട് എന്ന് മാത്രം, അത്രേ ഉള്ളൂ. എന്താണ് ഈ ചോദ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്ക് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. അതിന്റെ 2 പെർപെൻഡിക്കുലർ സൈഡ്സ്, ലംബവശങ്ങൾ തമ്മിലുള്ള റേഷ്യോ 3:4 ആണ് എന്ന് തന്നിട്ടുണ്ട്. അതിന്റെ അർത്ഥം നമുക്ക് ഇതിന്റെ ഒരു പെർപെൻഡിക്കുലർ സൈഡ്സ് 3x ആണെന്നും രണ്ടാമത്തെ പെർപെൻഡിക്കുലർ സൈഡ് 4x ആണെന്നും കരുതാം. എങ്കിൽ ഇതിന്റെ 3ാമത്തെ സൈഡ് അഥവാ ഹൈപ്പോട്ടനസ്, ഏറ്റവും നീളം കൂടിയിട്ടുള്ള വശം, ലാർജസ്റ്റ് സൈഡ് എത്രയായിരിക്കും എന്നത് കണ്ടെത്തി നോക്കാം. അത് നമുക്ക് പൈതഗോറസ് തിയറം എന്ന് പറയുന്ന തിയറം നമ്മൾ പണ്ടേ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ ഒരു പെർപെൻഡിക്കുലർ സൈഡിന്റെ നീളം കാണാൻ വേണ്ടി റൂട്ട് ഓഫ് അല്ലെ ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ കണ്ടാൽ മതി. സോ 3x ന്റെ സ്ക്വയർ പ്ലസ്
4x സ്ക്വയർ that is equal to root of 9x square plus 16x square that is equal to root of 25x square and that is equal to 5x. കാരണം 25ന്റെ റൂട്ട് 5, x സ്ക്വയറിന്റെ റൂട്ട് x. സോ എന്റെ മൂന്നാമത്തെ സൈഡ് അഥവാ ഏറ്റവും നീളം കൂടിയ സൈഡ് എന്റെ ഹൈപ്പോട്ടനസ് എന്ന് പറയുന്നത് എത്രയാണ്? 5x ആണ്. ഇത് ഇത്രയൊന്നും നമ്മൾ പണിപ്പെടേണ്ട ആവശ്യമില്ല. ഈ 3, 4, 5 എന്ന് പറയുന്ന നമ്പേഴ്സ് നിങ്ങൾക്ക് പരിചയമുള്ളതാണ്. 3, 4, 5 ഈ നമ്പേഴ്സിന് നമ്മളൊരു പ്രത്യേക പേര് പറയും. 3, 4, 5 എന്ന് പറയുന്ന ആ ഒരു കൂട്ടത്തിന് എന്താ നമ്മൾ പറയുക? ആ 3 എണ്ണം, ആ 3 നമ്പേഴ്സിന് പൈതഗോറിയൻ ട്രിപ്ലറ്റ്സ് എന്നാണ് നമ്മൾ പറയുക. പൈതഗോറിയൻ ത്രയങ്ങൾ എന്ന് പറയും. എന്താണ് ഈ പൈതഗോറിയൻ ത്രയങ്ങൾ? ആ 3 സൈഡുകള് നമുക്ക് ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ അല്ലെങ്കിൽ ആ 3 ലെങ്ത്തുകള്, ആ 3 നമ്പേഴ്സ് ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ 3 സൈഡുകളായിട്ട് വരാം. അതാണ് എന്തുകൊണ്ട് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ സമ 5 സ്ക്വയർ ആയതുകൊണ്ട്, മറ്റൊന്നുകൊണ്ടല്ല. 9 പ്ലസ് 16 സമ 25 നമുക്ക് കിട്ടും. സോ 3, 4, 5 എന്ന് പറയുന്നത് പൈതഗോറിയൻ ട്രിപ്ലറ്റ്സ് ആണ്, ത്രയങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ 2 സൈഡുകളും 3, 4 ആണെങ്കിൽ അതിന്റെ മൂന്നാമത്തെ സൈഡ് ഇറ്റ് വിൽ ബി 5. ഒരു ഡൗട്ടും വേണ്ട, 5 തന്നെ ആയിരിക്കും. അഥവാ സൈഡുകൾ 3x 4x എന്നാണെങ്കിൽ മൂന്നാമത്തെ സൈഡ് എന്തായിരിക്കും? 5x എന്നായിരിക്കും. അതിലൊരു ഡൗട്ടും വേണ്ട. അങ്ങനെ ധാരാളം പൈതഗോറിയൻ ട്രിപ്ലറ്റ്സ് ഉണ്ട്. അതൊക്കെ ഒന്ന് മനസ്സിലാലോചിച്ച് കഴിഞ്ഞാൽ ഇത്രയൊന്നും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അതിനെ 5 അല്ലെങ്കിൽ 5x എന്ന് എഴുതാം. അഥവാ ഈ ട്രയാംഗിളിന്റെ 3 സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ 3:4:5 ആണ് എന്നർത്ഥം. 3ഉം 4ഉം അതിന്റെ ഏറ്റവും നീളം കുറഞ്ഞ സൈഡുകള് അഥവാ പെർപെൻഡിക്കുലർ സൈഡ്സ്, 5 അതിന്റെ ഏറ്റവും നീളം കൂടിയിട്ടുള്ള സൈഡ് അഥവാ ഹൈപ്പോട്ടനസ്. ഇത്രയും മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് ആ പ്രോബ്ലം ചെയ്യാൻ വലിയ പ്രയാസമൊന്നുമില്ല. അതിന്റെ ആദ്യത്തെ പാർട്ട് പറഞ്ഞിരിക്കുന്നത്, ഫസ്റ്റ് പാർട്ട് പറഞ്ഞിരിക്കുന്നത് the difference between the perpendicular sides is 24. അഥവാ ഇതിന്റെ ലംബമായിട്ടുള്ള വശങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 24 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ 3 സൈഡും എത്രയെന്നാ ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് നോക്കാം. ഇതിന്റെ 3 സൈഡുകൾ എന്ന് പറയുന്നത് 3x 4x 5x എന്നാണെങ്കിൽ ഇത് രണ്ടും ആണല്ലോ അതിന്റെ പെർപെൻഡിക്കുലർ സൈഡ്സ്. അവ തമ്മിലുള്ള ഡിഫറൻസ്, അപ്പൊ നമ്മൾ വലുത് 4x മൈനസ് അതിന്ന് ചെറുത് 3x and that is equal to x and this is equal to എത്രയാണ്? 24. നമുക്ക് തന്നിട്ടുണ്ട് ഡിഫറൻസ് 24 ആണെന്ന്, 24 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ 3 സൈഡുകൾ കണ്ടുപിടിച്ചൂടെ? x 24 ആണെങ്കിൽ 3x 4x 5x അഥവാ 3 × 24. 3 × 24 എത്ര വെച്ചാൽ അത്ര. then 4 × 24 അത് എത്ര വെച്ചാൽ അത്. then 5 × 24 അത് എത്ര വെച്ചാൽ അത്. ധാരാളം കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഇതിന്റെ 3 സൈഡുകൾ നമുക്ക് അവിടെ കിട്ടും. അപ്പൊ 3 × 24 എന്ന് പറയുമ്പോൾ 72 വരും അല്ലേ? 72. പിന്നെ ഇത് 96. അതേപോലെ തന്നെ 5 × 24 എന്ന് പറയുമ്പോൾ 120 അല്ലെ? ഇത്രയും സെന്റിമീറ്റർ എന്ന് നമുക്ക് അവിടെ കിട്ടും. അങ്ങനെ ഫസ്റ്റ് പാർട്ട് ഒരു പ്രയാസമില്ലാതെ നമുക്ക് കണ്ടുപിടിക്കാം. റെഡിയാണല്ലോ? ക്ലിയർ ആണല്ലോ? സംശയമൊന്നുമില്ലല്ലോ? സോ നമുക്ക് അതിന്റെ ബി പാർട്ടിലേക്ക് കടക്കാം. എന്താ ബി പാർട്ട് പറഞ്ഞിരിക്കുന്നതെന്ന് അറിയോ? ഇതിന്റെ ഏറ്റവും നീളം കൂടിയ സൈഡ് അത് 24 ആണെങ്കിൽ, അഥവാ ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ഹൈപ്പോട്ടനസ് 24 ആണെങ്കിൽ ബാക്കിയുള്ള സൈഡുകളെല്ലാം എന്തായിരിക്കുന്ന ചോദ്യം. ഹൈപ്പോട്ടനസ് 24 ആണ്. ഹൈപ്പോട്ടനസ് പറഞ്ഞപ്പോൾ എത്രയാണ്? 5x ആണ്. അപ്പൊ ഞാൻ ബി പാർട്ട് ചെയ്യാൻ കേട്ടോ. അതായത് 5x എന്ന് പറയുന്നത് 24 ആണ്. സോ x is equal to 24/5. 24/5 എന്ന് പറയുമ്പോൾ എത്രയാണ് വരാന്ന് നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മതി അല്ലെ? 20 5 4 പ്രാവശ്യം, അതിനാണ് 20. പിന്നെ 4 അല്ലെ? അപ്പൊ 40. 40 5 8 പ്രാവശ്യം, 4.8. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ 3 സൈഡുകൾ കണ്ടാ പോരെ? 3 × 4.8 അത് എത്ര വെച്ചാൽ അത്. 4 × 4.8 അത് എത്ര വെച്ചാൽ അത്. then 5 × 4.8 അത് പിന്നെ നമുക്ക് അറിയാം എത്രയാണെന്നുള്ളത് അല്ലെ? ഓൾറെഡി നമുക്ക് അറിയാം 24.
ബാക്കിയുള്ളത് എത്ര വെച്ചാൽ അത് കണ്ടാൽ മതി അല്ലെ. 3 4 ബാക്കി 2 അല്ലെ. 3 12 12 2 14 ശരിയല്ലേ. 14.4 ഇതൊക്കെ വരുന്നുണ്ടായിരിക്കും അതിന്റെ ആൻസർ എന്ന് പറയുന്നത് അല്ലെ. യെസ് 14.4. ഇനി അടുത്ത 4 × 4.8 48 അല്ലെ. 4 8 32 2 ബാക്കി 3 4 16 3 19 സെന്റിമീറ്റർ. എല്ലാ സൈഡുകളും അതിന്റെ കിട്ടി കഴിഞ്ഞു കണ്ട. അപ്പൊ അതൊന്നും വലിയ ഒരു പ്രയാസമല്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. നമുക്ക് ഈ ഒരു ഐഡിയ നമ്മുടെ മനസ്സിലേക്ക് വന്നാൽ മതി. 3 4 5 എന്ന് പറയുന്ന ഒരു ഐഡിയ അതുണ്ടെങ്കിൽ അതൊരു പ്രയാസമല്ല ചെയ്യുന്നതിന്. റെഡിയല്ലേ. ഇനി അതിന്റെ മൂന്നാമത്തെ പാർട്ട് ഉണ്ട് കേട്ടോ. മൂന്നാമത്തെ പാർട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ പെരിമീറ്റർ 24 ചുറ്റളവ് 24. അപ്പൊ മാഷ് ഇതെല്ലാം ഒന്ന് വായിച്ചു കൊടുക്കണ്ടേ. എ പാർട്ടും ബി പാർട്ടും ഒക്കെ ഒന്ന് വായിച്ചൂടെ. നിങ്ങൾ അത് എഴുതിയെടുത്തിട്ടുണ്ടാവും വിചാരിക്കുന്നു. ആവശ്യമായിട്ടുള്ള സമയം കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. സോ ഐ എം ഗോയിങ് ടു തേർഡ് പാർട്ട്, മൂന്നാമത്തെ പാർട്ടിലേക്ക് കിടക്കാൻ. ആൻഡ് വാട്ട് ഈസ് ഗിവൻ ദർ, അവിടെ തന്നിരിക്കുന്ന കാര്യം ഇതിന്റെ പെരിമീറ്റർ 24, ചുറ്റളവ് 24. ഓക്കെ. എന്താ ചുറ്റളവ്? ചുറ്റുളവ് എല്ലാം കൂടി കൂട്ടുക. ഞാൻ ചുറ്റളവ് കാണാൻ പോവാണ്. സി പാർട്ടില് 3x പ്ലസ് 4x പ്ലസ് 5x എല്ലാം കൂടി ഒന്ന് കൂട്ടുന്നു. 3 4 7 7 5 12 12x സമയം 24. സോ 12x 24 ആണെങ്കിൽ x is equal to 24 divided by 12. 24 divided by 12 എന്ന് പറയുമ്പോൾ എത്രയാണ്? 2. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ 3 സൈഡ് കാണട്ടെ. 3 × 2 എത്രയാ? 6. 4 × 2 എത്രയാ? 8. then 5 × 2 എത്രയാ? 10. കണ്ടാ എല്ലാ സൈഡുകളും ആയി. എന്താണ് ഇതിൽ എത്ര ബുദ്ധിമുട്ടുള്ളത്? ഓക്കെ അല്ലേ. അപ്പൊ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡും കൂടി കൂട്ടുക. 3x 4x 5x അത് നമുക്ക് തന്നിട്ടുണ്ട് 24. x കണ്ടു, ബാക്കി സൈഡുകൾ കണ്ടു. ഓക്കെ. ഞാൻ അടുത്തത് തന്നിരിക്കുന്നറിയോ? നെക്സ്റ്റ് തന്നിരിക്കുന്ന നാലാമത്തെ പാർട്ട് തന്നിരിക്കുന്ന എനിക്ക് തോന്നുന്നു ഇതിന്റെ പരപ്പളവ് ഏരിയ ഇസ് ഗിവൺ ഫോർ യു. ഏരിയ. ഓക്കെ. സോ ഏരിയയിലേക്ക് ഒന്ന് കിടക്കാം നമുക്ക്. എന്താണ് ഏരിയ? എങ്ങനെയാണ് നമ്മൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുക? ഹൗ യു ക്യാൻ ഫൈൻഡ് ദ ഏരിയ ഓഫ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ? യെസ്, ഹാഫ് ബി എച്ച്. ഓക്കെ. അപ്പൊ ഞാൻ അതിന്റെ അടുത്ത പാർട്ടിലേക്ക് കിടക്കാണ്. ഹാഫ് ബി എച്ച്. ഹാഫ് ബി എച്ച് എന്ന് പറയുമ്പോ ഹാഫ് ഇൻറ്റു 2 പെർപെൻഡിക്കുലർ സൈഡ്സ് ആണ് അല്ലേ. ഏതൊക്കെ? 3x 4x. സോ 3x ഇൻറ്റു 4x ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത് 24 അല്ലേ. 24 അല്ലേ? യെസ് 24. നമുക്കൊന്ന് ഗുണിക്കാം. 3 × 4 12 12/2 എന്ന് പറയുമ്പോൾ എത്ര വരിക? 6 അല്ലേ. അപ്പൊ 6x² സമയം 24. ഇത് ശ്രദ്ധിക്കണം കേട്ടോ. 6x² സമയം 24. സോ x² സമം 24/6. ഇത് എന്തിനാ ഈ x² ഇവിടെ വന്നതെന്ന് അറിയില്ലേ? x × x അതാണ് x². 3 × 4 12 12നെ 2 കൊണ്ട് ഹരിച്ചതാണ് ഈ 6. ഓക്കെ. സോ 6x² 24 ആണെങ്കിൽ x² 24/6 സമം 4. സോ x is equal to ഈ x² 4 ആണെങ്കിൽ x എന്താണ്? എന്താ ഈ x² എന്ന് പറഞ്ഞാൽ x × x. അതായത് ഒരു സംഖ്യ 2 പ്രാവശ്യം ഗുണിച്ചപ്പോൾ 4 കിട്ടി. ഏത് സംഖ്യ 2 പ്രാവശ്യം ഗുണിച്ചാലാണ് 4 കിട്ടുക? 2നെ. സോ x is equal to 2. അങ്ങനെയാണെങ്കിൽ ഈ ബാക്കിയെല്ലാം നമുക്ക് അതിൽ നിന്ന് കണ്ടുപിടിച്ചൂടെ? ബാക്കി സൈഡുകളെല്ലാം നമുക്ക് അതിൽ നിന്ന് കാണാം. നേരത്തെ അതേപോലെ തന്നെ 6 8 10 തന്നെ അവിടെ ആൻസർ കിട്ടും. സോ ആ പാർട്ട്, ആ ഒരു ചോദ്യം ക്ലിയർ ആണല്ലോ അല്ലേ. അതിനി സംശയങ്ങൾ ഉണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പൊ ഞാനിത് നിങ്ങളോട് സ്വയം ഒന്ന് ട്രൈ ചെയ്യാൻ പറഞ്ഞ ചോദ്യമായിരുന്നു. ശരി, നിങ്ങൾ അത് ചെയ്തിട്ടുണ്ടായിരുന്നു പല ആളുകളും. പക്ഷെ ചില ആളുകൾക്കെല്ലാം അതിന് ഡൗട്ട് വന്നു. അതുകൊണ്ട് മാത്രം മാഷത്തൊന്നാവുന്ന ക്ലിയർ ചെയ്തു മാത്രമേ ഉള്ളൂ. പല ആളുകളും ചോദിച്ചതുകൊണ്ട് മാത്രം, ആ ഒരു ചോദ്യത്തിനെ പറ്റിയിട്ട് ഒന്ന് ചോദിച്ചതുകൊണ്ട് മാത്രം ഒന്ന് ക്ലിയർ ചെയ്തു മാത്രമേ ഉള്ളൂ. സോ ഞാൻ ഇന്ന് അടുത്ത ഒരു കാര്യത്തിലേക്ക് കടക്കുകയാണ്. എന്റെ കൈവശം ഒരു റെക്ടാങ്കിൾ, ഒരു ചതുരുണ്ട് കേട്ടോ. അതിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും തമ്മിലുള്ള റേഷ്യോ എനിക്ക് അറിയാം 3:2. അപ്പൊ എന്റെ കയ്യിൽ ഒരു റെക്ടാങ്കിൾ ഉണ്ട്. അതിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും തമ്മിലുള്ള റേഷ്യോ എനിക്ക് അറിയാം 3:2. അപ്പൊ അതിന്റെ സൈഡുകൾ 3x 2x എന്നാവും എന്ന് ഞാൻ കരുതുകയാണ് അല്ലെ. റേഷ്യോ 3:2 ആണെങ്കിൽ ഉറപ്പാണല്ലോ അതിന്റെ സൈഡുകൾ 3 × a കോൺസ്റ്റന്റ് 2 × the same കോൺസ്റ്റന്റ്, അതേ കോൺസ്റ്റന്റ്, അതേ സ്ഥിരസംഖ്യ അല്ലെ. റേഷ്യോ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന അതിന്റെ സിംപ്ലസ്റ്റ് ഫോം എന്നാണ്, ഏറ്റവും ചെറുത് എന്നാണ്. അല്ലാതെ 3 എന്നോ 2 എന്നോ അല്ല. 3 × ഒരു സംഖ്യ 2 × ഒരു സംഖ്യ
അത് ചെറുതാക്കിയിട്ടാണ് 3:2 എന്ന് പറയുന്ന റേഷ്യോയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. അത് മറക്കരുത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് തന്നിരിക്കുന്ന റെക്ടാങ്കിൾ ഉണ്ട്. ആ റെക്ടാങ്കിളിന്റെ സൈഡുകളുടെ റേഷ്യോ 3x 2x അല്ല, റേഷ്യോ 3:2 എന്നാണ്. അപ്പൊ സൈഡുകളുടെ 3x 2x എന്നാണ്. ഓക്കെ, ഇനി എന്നോട് ഒരു കണ്ടീഷൻ പറയാറുണ്ടോ? എന്തെന്നറിയോ? ഇതിന്റെ നീളം 2 സെന്റിമീറ്റർ ആണ് ഇൻക്രീസ് കൂട്ടി. ഇപ്പോഴുള്ള നീളത്തിനേക്കാൾ 2 സെന്റിമീറ്റർ കൂട്ടി. അപ്പൊ ഞാനൊരു പുതിയ റെക്ടാങ്കിൾ ആക്കി മാറ്റിവിടെ. പുതിയ റെക്ടാങ്കിൾ, അതിന്റെ നീളം ആദ്യമുള്ളതിനേക്കാൾ കുറച്ച് കൂടി. എത്ര കൂടി എന്നറിയോ? 3x ആയിരുന്നതിലൂടെ ഒരു 2 സെന്റിമീറ്റർ ആണ് കൂടി. 2 സെന്റിമീറ്റർ ആണ് കൂടി. പക്ഷേ ഇതിന്റെ എന്ത് മാറിയിട്ടില്ല? ഇതിന്റെ ബ്രെഡ്ത്ത് മാറിയിട്ടില്ല, വീതി മാറിയിട്ടില്ല. അത് അങ്ങനെ തന്നെയാണ്. അങ്ങനെ ആക്കിയപ്പോ അതിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും തമ്മിലുള്ള റേഷ്യോ മാറുമല്ലോ. കാരണം ആദ്യം 3:2 എന്ന് പറയുന്നതായിരുന്നു, അഥവാ 3x 2x എന്നായിരുന്നു. ആ 3x കൂടെ 2 സെന്റിമീറ്റർ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് വെച്ചാൽ ഉറപ്പാണ് അതിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും തമ്മിലുള്ള റേഷ്യോക്ക് വ്യത്യാസം വരും. അങ്ങനെ റേഷ്യോ മാറിയപ്പോ പുതിയ റേഷ്യോ എനിക്ക് തന്നിട്ടുണ്ട് 5:3 എന്നാണ്. സോ there was a rectangle and the length and ratio of the length and breadth was 3:2. When I added 2 centimeter with the length, previous length, the ratio of the length and breadth became 5:3. 5:3. അപ്പൊ ആദ്യത്തേതിന്റെ റേഷ്യോ 3:2 ആയിരുന്നെങ്കിൽ രണ്ടാമത്തേതിന്റെ റേഷ്യോ 5:3 എന്നായിട്ട് മാറി. ഓക്കെ, റെഡിയാണല്ലോ? എന്താണ് ഈ 5:3 എന്ന് പറയുന്ന റേഷ്യോന്റെ അർത്ഥം? ഇതിന്റെ 3 ടൈംസും ഇതിന്റെ 5 ടൈംസും പരസ്പരം ഈക്വൽ ആവുന്ന അതിന്റെ അർത്ഥം. ഇത് നോക്കാം, ഇതിനെ 3 കൊണ്ട് ഗുണിച്ചാൽ 15 എന്നാവും. ഇതിനെ 5 കൊണ്ട് ഗുണിച്ചാൽ അതും 15 എന്നാവും. അപ്പൊ 5:3 എന്ന് പറയുന്ന റേഷ്യോ നമ്മുടെ കൈവശം ഉണ്ടെങ്കിലും നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ട ആദ്യത്തെ കാര്യം, ഈ ലെങ്ത്തിന്റെ 3 ടൈംസും ഈ ബ്രെഡ്ത്തിന്റെ 5 ടൈംസും ഈക്വൽ ആവും അർത്ഥം. ഈക്വൽ ആവും. ഓക്കെ, നമ്മുടെ ലെങ്ത് എത്രയാണ്? 3x + 2. അതിന്റെ 3 ടൈംസ്. ഞാൻ പറഞ്ഞ ശ്രദ്ധിച്ചോട്ടോ, 5:3 എന്ന് പറയുന്ന റേഷ്യോ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ലെങ്ത്തിന്റെ 3 ടൈംസും ബ്രെഡ്ത്തിന്റെ 5 ടൈംസും പരസ്പരം ഈക്വൽ ആവുന്നു എന്നാണ്, അല്ലേ? അഥവാ ഞാൻ വേണമെങ്കിൽ എഴുതാം 3l = 5b. എഴുതിയുടെ അർത്ഥം മനസ്സിലായല്ലോ? ലെങ്ത്തിന്റെ 3 മടങ്ങും പിന്നെ ബ്രെഡ്ത്തിന്റെ 5 മടങ്ങും, വീതിയുടെ 5 മടങ്ങും പരസ്പരം ഈക്വൽ ആവും. എന്റെ ലെങ്ത് 3x + 2 ആണ്. സോ 3 × 3x + 2 = എന്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 2x ആണ്. ദാറ്റ് ഈസ് 5 × 2x. ഓക്കെ, സോ 3 × ഞാൻ ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യാൻ പോവാണ്. എനിക്ക് ഇതിന് x ന്റെ വില കിട്ടണം. സോ എനിക്ക് x ന്റെ വില കിട്ടാൻ വേണ്ടി ഞാൻ ഇതിനെ സിംപ്ലിഫൈ ചെയ്യുന്നു. 3 × 3x 9x + 3 × 2 6 = 5 × 2x 10x. ഓക്കെ, എനിക്ക് x ന്റെ വില കാണണം. അപ്പൊ എനിക്ക് x ന്റെ ടേംസ് എല്ലാം ഒരു ഭാഗത്തേക്ക് ആക്കണം. ഞാനിപ്പോൾ 10x വലുതാ, 9x അതിനേക്കാൾ ചെറുതാ. അപ്പൊ 9x നെ അപ്പുറത്തേക്ക് മാറ്റുക. സോ എനിക്ക് കിട്ടുക 6 = 10x - 9x, അഥവാ 6 = x. കാരണം 10x എന്ന് 9x കുറച്ച് കഴിഞ്ഞെന്ന് വെച്ചാൽ x. സോ x = 6 എന്ന് കിട്ടി. x 6 എന്ന് കിട്ടി കഴിഞ്ഞാൽ എനിക്ക് ഇതിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും എത്ര എന്ന് കാണാമല്ലോ. സോ ലെങ്ത് = 3 × 6 അല്ലേ പ്ലസ് 2. 3 × 6 എന്ന് പറയുമ്പോൾ 3 18. 18 + 2 എത്രയാ? 20 ആയി മാറി. 20. ആദ്യം 18 ഉണ്ടായിരുന്നുള്ളൂ. ആദ്യം 3x 18 ഉണ്ടായിരുന്നുള്ളൂ. അതുകൂടെ 2 കൂട്ടിയിട്ട് എത്രയായി? 20. അതേപോലെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് അത് പിന്നെ മാറ്റിയിട്ടില്ല. 2 × 6 എത്ര തന്നെയാണ്? 12 തന്നെയാണ്. അതിപടി 12 തന്നെയാണ്, മാറ്റില്ല. നോക്കാം. അപ്പോ 18:12 എന്ന് പറയുന്ന റേഷ്യോ ആണ് സത്യത്തില് 3:2. പക്ഷേ 20:12 എന്ന് പറയുമ്പോഴേക്ക് അതെന്തായി മാറി? 5:3 ആയിട്ട് മാറി. കണ്ടോ? അപ്പൊ ഏതെങ്കിലും ഒരു അളവ് മാറുമ്പോ റേഷ്യോയും മാറുന്നുണ്ടെന്നർത്ഥം, അല്ലെ? റേഷ്യോയും മാറും. ഒരളവ് മാറുമ്പോ റേഷ്യോയും മാറും.
ഒന്നല്ല, രണ്ടളവ് മാറുമ്പോഴും ചിലപ്പോൾ റേഷ്യോന് വ്യത്യാസം വരാം. ഒന്ന് മാത്രമൊന്നല്ല, അല്ലെ? അതിന്റെ ആനുപാതികമായിട്ടല്ല അതിന്റെ വ്യത്യാസം വരുന്നത് എങ്കിൽ ആ റേഷ്യോ മാറും, ഉറപ്പാണ്. അപ്പോ ഈ പറഞ്ഞ കണക്കില് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഇതൊരു പ്രോബ്ലം, ഈ പറഞ്ഞിരിക്കുന്ന പ്രോബ്ലം. ഈ പ്രോബ്ലത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ആദ്യം റേഷ്യോ തന്നു, അതിൽ ചില ചേഞ്ചസ് വരുത്തി, അപ്പൊ നമുക്കൊരു പുതിയ റേഷ്യോ കിട്ടി. അങ്ങനെയാണെങ്കിൽ അതിന്റെ പ്രീവിയസ് അളവുകൾ എന്താണ്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ അളവുകൾ എന്താണ് എന്നുള്ളതായിരുന്നു ചോദ്യം. ഇവിടെ നമ്മൾ ചെയ്ത ഒരു ടെക്നിക്ക് 5:3 എന്ന് പറയുന്ന റേഷ്യോ നമുക്ക് തന്നാൽ നമ്മൾ മനസ്സിലാക്കി വെച്ച കാര്യം, ഇതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതും ഇതിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതും ഈക്വൽ ആണ് എന്നർത്ഥം. ഇതിനെ മറ്റൊരു രീതിയിൽ ഞാൻ എഴുതി കാണിച്ചു തരാം, എക്സ്പ്രസ് ചെയ്ത് കാണിച്ചു തരാം. എന്റെ റേഷ്യോ സത്യത്തിൽ 3x + 2 2x ആണ്. ശ്രദ്ധിക്കാം, 3x + 2 2x ആണ്. ദിസ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 5:3 എനിക്ക് തന്നിട്ടുണ്ട്, കണ്ടോ? അതായത് എന്റെ ലെങ്ത് 3x + 2 ആണ്, എന്റെ ബ്രെഡ്ത്ത് 2x ആണ്. അവ തമ്മിലുള്ള റേഷ്യോ ആണ് ഈ 5:3 എന്ന് പറയുന്നത്. നമ്മളിവിടെ മൾട്ടിപ്ലൈ ചെയ്ത ക്രമം ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. ഈ 3x + 2നെ ഈ 3 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്. അവസാനത്തെ എൻഡ് വാല്യൂസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു. നോക്കിയാ ആ സ്റ്റെപ്പ് 3 × 3x + 2 3 × 3x + 2. ഓക്കെ, അതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു? 5 × 2x, ഈ മിഡിൽ ടേംസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോ ആ റേഷ്യോ എന്തായി മാറി? റേഷ്യോ അല്ല, വാല്യൂസ് ഈക്വൽ ആയിട്ട് മാറി, കണ്ടോ? അപ്പൊ നമുക്ക് കണക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ടെക്നിക്ക് ആലോചിച്ചാൽ മതി. മാഷ് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ 3 ടൈംസ് ഈസ് ഈക്വൽ ടു ഇതിന്റെ 5 ടൈംസ് എന്നൊക്കെ പറയുന്ന കൺസെപ്റ്റ് ഒന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് 3x + 2 2x = 5:3 ആണെങ്കിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഈ 3x + 2 3 കൂടി, അതായത് എൻഡ് ടേംസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് മിഡിൽ ടേംസ്, നടുവിലുള്ളത്. ഇപ്പൊ ഇങ്ങനെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെച്ചാലും സംഭവം തന്നെയാണ്, ഉത്തരം തന്നെയാണ്. ഈ ഒരു കൺസെപ്റ്റ് ആയാലും ഈ പറഞ്ഞ കൺസെപ്റ്റ് ആയാലും നമുക്ക് നോർമൽ ആയിട്ട് വെച്ചാൽ ഇത്തരത്തിലുള്ള കണക്കുകളെല്ലാം ചെയ്യാൻ പറ്റും, വലിയ പ്രയാസമില്ല. അപ്പൊ ഇനിയും കണക്കുകളുണ്ട്, കണക്ക് കഴിഞ്ഞിട്ടില്ല, അല്ലെ? അങ്ങനെ കഴിയുന്നതല്ലോ കണക്കുകൾ എന്ന് പറയുന്നത്. ഇനി എനിക്ക് തന്നിരിക്കുന്ന മറ്റൊരു ചോദ്യത്തിലേക്ക് ഞാൻ കിടക്കാം, വേറൊരു പ്രോബ്ലത്തിലേക്ക് കിടക്കാം. അപ്പോ നമ്മൾ തന്നെ ചർച്ച ചെയ്യുന്നത് നമുക്ക് തന്നിരിക്കുന്ന റേഷ്യോയില് എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തുമ്പോൾ റേഷ്യോ മൊത്തത്തിൽ മാറുന്നു എന്നുള്ള ആ ചർച്ചയാണ് ഇപ്പോൾ നമ്മളിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെ? എന്നാൽ ഞാന് വേറൊരു ചോദ്യം ഇവിടെ തന്നിട്ടുണ്ട് കേട്ടോ. എന്താണെന്നറിയോ? ഒരു റെക്ടാങ്കിളിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും തമ്മിലുള്ള റേഷ്യോ 3:2 ആണ്. നേരത്തെ പറഞ്ഞ പോലെ നീളം എത്രയെങ്കിലും കൂട്ടിയിട്ട്, നീളങ്ങൾ കൂട്ടുകയാണ്, നമുക്ക് ഇഷ്ടമുള്ളത്ര കൂട്ടുകയാണ്, എത്രയെങ്കിലും ഇഷ്ടമുള്ള പോലെ കൂട്ടിയിട്ട് ഈ റേഷ്യോനെ 4:3 എന്ന് പറയുന്ന റേഷ്യോ ആക്കാൻ പറ്റുമോ? ഒന്ന് ശ്രമിച്ചു നോക്കട്ടോ. ഏതാണ്? 3:2 എന്ന് പറയുന്ന റേഷ്യോ ഉണ്ട്. അതില് ഞാൻ എന്തെങ്കിലും ഒരു വ്യത്യാസം വരുത്തുകയാണ്, ഏതിന്റെ ലെങ്ത്തിൽ മാത്രം. അപ്പൊ ഞാനൊരു വ്യത്യാസം, ഞാൻ 3x എന്ന് 3 + x എന്ന് മാറ്റം വരുത്തി, അല്ലെങ്കിൽ റേഷ്യോ നമുക്ക് എഴുതണമല്ലോ. 3x + 2 എന്നുള്ളതിനെ നമുക്ക് റേഷ്യോ എഴുതണം. അതായത് 3x അല്ലെ, പിന്നെ 2x എന്നാക്കിയിട്ട് അതിനെ മാറ്റി. അതായത് 3x 2x, എന്റെ ലെങ്ത്തും എന്റെ ബ്രെഡ്ത്തും. ഓക്കെ, അതായത് ഇങ്ങനെ ആണ്. ഇതില് ഇവിടെ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തിയിട്ട്, അതായത് 3x-ല് എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തിയിട്ട്, കുറച്ച് ആഡ് ചെയ്തിട്ട്, അല്ലെ, നീളം എത്രയെങ്കിലും കൂട്ടിയിട്ട് ഈ റേഷ്യോ എന്ന് പറയുന്നത് 4:3 എന്നുള്ളത് ആക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അതായത് ഇത് കൂടെ എന്തെങ്കിലും ഒന്ന് ആഡ് ചെയ്തിട്ട് എനിക്ക് റേഷ്യോനെ 4:3 എന്നാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. 4:3 എന്നാക്കാൻ പറ്റുമോ, അങ്ങനെ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, കിട്ടുന്നുണ്ടോ എന്നുള്ളത്. അതായത് ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വാല്യൂ എടുക്കാം, ആ വാല്യൂ നിങ്ങൾക്ക് അവിടെ എടുത്ത് നോക്കാം, എന്തെങ്കിലും ഒരു വാല്യൂ അവിടേക്ക് എടുക്കാം, അല്ലെ? അതായത് ഇപ്പൊ നമ്മള് ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കുക. എന്താണ് ഇപ്പൊ ഈ എഴുതിയിരിക്കുന്നതിന്റെ അർത്ഥം എന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കുക. അതായത് 3x കൂടെ എന്തോ ഒരു നമ്പർ ആഡ് ചെയ്തു, അങ്ങനെ ആഡ് ചെയ്തിട്ട് ഈ റേഷ്യോനെ നമുക്കിപ്പോ തന്നിരിക്കുന്ന 4:3 ആക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഇപ്പൊ ചോദ്യം.
ഓക്കെ, നമുക്കൊന്ന് നോക്കി നോക്കുക പറ്റുമെന്നില്ല, ജസ്റ്റ് ഒന്ന്. അപ്പൊ ഞാൻ 3x പ്ലസ് ഞാൻ ഇവിടെ എന്തെങ്കിലും ഒരു കോൺസ്റ്റന്റ് ഒരു സംഖ്യ k എടുക്കുക, അതേപോലെ തന്നെ ഇത് 2x തന്നെ മാറ്റില്ല. ഇങ്ങനെ ചെയ്തപ്പോ എന്റെ റേഷ്യോ 4:3 എന്നായിട്ട് മാറി. ഓക്കെ, നമുക്കറിയാലോ ഇങ്ങനെ റേഷ്യോ എഴുതി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, ഇതിന്റെ n ടേംസ് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ഉത്തരം ഇതിന്റെ മിഡിൽ ടേംസ് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ഉത്തരത്തിനോട് തുല്യമാവും. സോ നമുക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 3 into 3x plus k, അല്ലേ? 3x plus k is equal to 2x into 4, that is 8x. അതായത് ഈ രണ്ട് ടേംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നതും ഈ രണ്ട് ടേംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നതും ഈക്വൽ ആണ്. നമ്മൾ നേരത്തെ കണ്ടു. അപ്പൊ 3 into 3x 9x പ്ലസ് ഒരു 3 into k, അതായത് 3k എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്, അല്ലേ? 3k എന്ന് പറയുന്നത് മൊത്തത്തിൽ ഒരു കോൺസ്റ്റന്റ് ആണ്. ഈക്വൽ ടു എത്രയാണ്? 8x. അതാ ശ്രദ്ധിക്കുക, ഇത് പ്രശ്നമായി. എന്താ എഴുതിയതിന്റെ മീനിങ് ഒന്ന് ശ്രദ്ധിച്ചേ. എന്താ എഴുതിയതിന്റെ മീനിങ്? 9x കൂടെ എന്തോ ഒരു നമ്പർ ആഡ് ചെയ്യുമ്പോൾ 8x ആയിട്ട് മാറുന്നു. അങ്ങനെ ഒരു പോസിറ്റീവ് നമ്പർ ഉണ്ടോ? അതായത് ഇപ്പൊ 9x കൂടെ നമുക്ക് എന്തെങ്കിലും ആഡ് ചെയ്തിട്ട് അതിനേക്കാൾ ചെറിയ വാല്യൂ ആയിട്ടുള്ള 8x ആക്കിയിട്ട് മാറ്റാൻ പറ്റുമോ? പറ്റില്ല. പകരം നമ്മൾ അതിനെ സബ്സ്ട്രാക്ട് ചെയ്യുകയാണെങ്കിലും ഓക്കെ, പിന്നെ അല്ലെ 9x എന്തെങ്കിലും ഒരു നമ്പർ കുറച്ചിട്ട് കമ്മിയാക്കിയിട്ട് അതിനെ എന്താക്കി മാറ്റാം? അതിനേക്കാൾ ചെറിയ 8x ആക്കിയിട്ട് മാറ്റാം. അല്ലാതെ 9x കൂടെ എന്തെങ്കിലും ഒരു പോസിറ്റീവ് നമ്പർ അതിസംഖ്യ കൂട്ടിയിട്ട് ആഡ് ചെയ്തിട്ട് അതിനെ എന്താക്കി മാറ്റാൻ പറ്റില്ല? 8x, അതിനേക്കാൾ ചെറിയ 8x ആക്കിയിട്ട് മാറ്റാൻ പറ്റില്ല. അപ്പോ നമ്മളോട് നേരത്തെ ചോദിച്ച ചോദ്യം, അതായത് 3:2 എന്ന് പറയുന്ന റേഷ്യോയില് ഒരു ലെങ്ത്തും ബ്രെഡ്ത്തും ഉള്ള റെക്റ്റാങ്കിൾ ഉണ്ടെങ്കിൽ അതിന്റെ ലെങ്ത്തിലൂടെ എന്തെങ്കിലും ആഡ് ചെയ്തിട്ട് ലെങ്ത്തും ബ്രെഡ്ത്തും തമ്മിലുള്ള റേഷ്യോ 4:3 4:3 ആക്കി മാറ്റാൻ പറ്റുമോ എന്നായിരുന്നു ചോദ്യം. നമുക്കൊരൊറ്റ ഉത്തരേ പറയാൻ പറ്റുള്ളൂ. എന്ത്? നോ, എ ബിഗ് നോ. പറ്റില്ല. കാരണം നമ്മൾ ചെയ്തു നോക്കി ബോധ്യപ്പെട്ടു കഴിഞ്ഞു. 9x കൂടെ ഒരു പോസിറ്റീവ് നമ്പർ ആഡ് ചെയ്തിട്ടും എന്തായി മാറില്ല? 8x ആയിട്ട്, അതിനേക്കാൾ ചെറിയ 8x ആയിട്ട് മാറില്ല. ഉറപ്പാണ്. സോ ഇറ്റ്സ് നോട്ട് പോസിബിൾ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്കൊരു ചോദ്യം ഞാൻ അവശേഷിപ്പിക്കും. ഇതേ പണി ചെയ്തിട്ട് ഈ റേഷ്യോ 5:3 ആക്കി മാറ്റാൻ പറ്റും. നേരത്തെ നമ്മൾ 4:3 അല്ലേ പറഞ്ഞത്? ഇതേ പണി ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ റേഷ്യോ 5:3 എന്നാക്കി മാറ്റാൻ പറ്റുമോ? അതായത് ലെങ്ത്തിലൂടെ എന്തെങ്കിലും ഒരു നമ്പർ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ റേഷ്യോനെ 5:3 എന്നാക്കി മാറ്റാൻ പറ്റുമോ? എന്ത് ആഡ് ചെയ്യണമെന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. ആഡ് ചെയ്തിട്ട് ഇങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റുമോ? ട്രൈ യുവേഴ്സ്. നിങ്ങൾ ശ്രമിച്ചു നോക്കൂ. എന്നിട്ട് അതിന്റെ ഉത്തരം എന്നോട് പറഞ്ഞോ. ഓക്കെ, ഐ ആം ലീവിംഗ് ദിസ് ക്വസ്റ്റ്യൻ ഹിയർ ഇറ്റ്സെൽഫ്. ഞാൻ ഇവിടെ തന്നെ ആ ചോദ്യത്തിനെ ഉപേക്ഷിക്കാം. ഓക്കെ, ഇറ്റ്സ് അപ്പ് ടു യു. നിങ്ങൾക്ക് അത് വിട്ടുതരാം. ഓക്കെ, എന്റെ ചോദ്യം വീണ്ടും അതൊന്നല്ല. എന്റെ ചോദ്യം വീണ്ടും മാറാൻ പോവുകയാണ്. സോ എന്റെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല്, എന്റെ കൈവശം ഒരു റെക്ടാങ്കിൾ ഉണ്ട്. ആ റെക്ടാങ്കിളിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 3:2 എന്നാണ്. അഥവാ ലെങ്ത് 3x ആണ്, ബ്രെഡ്ത്ത് എത്രയാണ്? 2x ആണ്. ഈ ലെങ്ത്തിന്റെ പകുതി അതിനോടുകൂടി കൂട്ടിയിട്ട് അതിനെ വേറെ റെക്ടാങ്കിൾ ആക്കി മാറ്റി. അതായത് ലെങ്ത് എന്താണോ അതിന്റെ പകുതി അതിനോടുകൂടി ആഡ് ചെയ്തു. അതായത് ഇപ്പോൾ ഇവിടെ റെക്ടാങ്കിൾ ഉണ്ടായിരുന്നു, ആ ലെങ്ത്തിന്റെ ഒരു പകുതി കൂടി അതിന്റെ ഒപ്പം കൂട്ടിയിട്ട് അതിനെ മറ്റൊരു റെക്ടാങ്കിൾ ആക്കിയിട്ട് മാറ്റി. അങ്ങനെയാണെങ്കിൽ ഈ പുതിയ റെക്ടാങ്കിളിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും തമ്മിലുള്ള റേഷ്യോ എന്താണ് ചോദ്യം. സിമ്പിൾ ചോദ്യ. അതായത് എന്റെ ലെങ്ത് 3x ആണ്. ആ 3x 3x അതിന്റെ ഒരു പകുതി, 3xന്റെ പകുതി എത്രയാണ്? 1.5x. 1.5x, 3ന്റെ പകുതി 1.5. സോ 1.5x അല്ലെ? എന്റെ ബ്രെഡ്ത്തിനൊരു മാറ്റമില്ല, അതെന്ത് തന്നെയാണ്? 2x തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ എന്റെ പുതിയ ലെങ്ത്തും ബ്രെഡ്ത്തും തമ്മിലുള്ള റേഷ്യോ എഴുതല്ലേ? എന്താ എന്റെ പുതിയ ലെങ്ത്തും പുതിയ ബ്രെഡ്ത്തും തമ്മിലുള്ള റേഷ്യോ വരാം? 3x plus 1.5x, that is 4.5x is to എന്റെ ബ്രെഡ്ത്ത് എന്താ?
2x അല്ലേ? x വേണ്ട. 4.5 is to 2. പക്ഷെ ഇങ്ങനെ എഴുതാൻ പറ്റുമോ റേഷ്യോ? മാഷ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ലേ 4.5 is to 2 എന്ന് എഴുതാൻ പറ്റുമോ റേഷ്യോ? ഇല്ല അല്ലെ? ഒരിക്കലും റേഷ്യോ ഫ്രാക്ഷൻ രൂപത്തിലോ അല്ലെങ്കിൽ ഡെസിമൽ ഫോമിലോ എഴുതാൻ പറ്റില്ല. ഞാൻ ഇതിലൊന്ന് മാറ്റാൻ പോവാണ്. ഇതിനെ തൊട്ടടുത്ത നമ്പറിലേക്ക് അല്ലെ ഇന്റിജറിലേക്ക് ഒന്ന് മാറ്റാൻ പോവാണ്. ഇപ്പോ 4.5 is to 2 എന്ന് പറയുമ്പോൾ ഞാനൊരു 2 കൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് 9 is to 4 ആക്കി മാറ്റി. കുഴപ്പമില്ല, 9 is to 4 അതിന്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിലേക്ക് മാറി. സോ എന്റെ കൈവശമുള്ള ലെങ്ത്തും ബ്രെഡ്ത്തും തമ്മിലുള്ള റേഷ്യോ 3 is to 2 ആണെങ്കിൽ അതിന്റെ ലെങ്ത്തിന്റെ പകുതി അതിനോടുകൂടി തന്നെ ആഡ് ചെയ്തിട്ട് ഒരു പുതിയ റെക്ടാങ്കിൾ ആക്കി മാറ്റിയാൽ, പുതിയ ചതുരമാക്കി മാറ്റിയാൽ ആ റെക്ടാങ്കിളിന്റെ ആ ചതുരത്തിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും തമ്മിലുള്ള റേഷ്യോ വിൽ ബിക്കം എന്തായിട്ട് മാറും? 9 is to 4 എന്നായിട്ട് മാറും. Is it okay? Is it clear? Ready? അപ്പൊ ആ ക്വസ്റ്റ്യൻ ഓക്കെ ആണല്ലോ? യെസ്. എന്നാൽ ഞാൻ ഈ വേറൊരു ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ് കേട്ടോ. വേറെ കിടക്കുക. നമ്മൾ റിയൽ ലൈഫ് സിറ്റുവേഷനിലേക്ക് കിടക്കുകയാണ്. നമ്മൾ പറയുന്ന റെക്ടാങ്കിളിന്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ കണക്കിലുള്ള റെക്ടാങ്കിൾ തന്നെയാണ്. നമ്മൾ റിയൽ ലൈഫ് സിറ്റുവേഷനിലേക്ക് കിടക്കുക. എന്റെ കൈവശം ഒരു ലിക്വിഡ് ഉണ്ട്. ആ ലിക്വിഡില് ആസിഡും ഉണ്ട് വാട്ടറും ഉണ്ട്. രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ലിക്വിഡാണ്. ആസിഡും വാട്ടറും, ആസിഡും വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ലിക്വിഡ് എന്റെ കൈവശം. അതിന്റെ റേഷ്യോ 4 is to 3 എന്ന് പറയുന്ന റേഷ്യോ ആണ്. അതായത് ആസിഡും വാട്ടറും, ആസിഡിന് ഞാൻ A എന്ന് പേര് കൊടുക്കും, വാട്ടറിന് W എന്ന് ഞാൻ പേര് കൊടുക്കും. അവ തമ്മിലുള്ള റേഷ്യോ, ആ ലിക്വിഡിലുള്ള റേഷ്യോ 4 is to 3 ആണ്. അഥവാ ആസിഡ് 4x ആണെങ്കിൽ വാട്ടർ എത്രയാണ്? 3x ആണ് എന്നർത്ഥം. ഓക്കെ? യെസ്. ഇനി എന്താ പറയണമെന്നറിയോ? 10 ലിറ്റർ ആസിഡ് കൂടി അതിനോട് കൂടി കൂട്ടി. ഇതിന്റെ ഒപ്പം 10 ലിറ്റർ കൂടി കൂട്ടി. അപ്പൊ 4x പ്ലസ് 10 ആയി. എന്റെ വാട്ടർ മാറ്റമൊന്നുമില്ല. അത് എത്ര തന്നെയാണ്? 3x. അവ തമ്മിലുള്ള റേഷ്യോ ഇറ്റ് ബിക്കെയിം, അത് എന്തായി മാറിയെന്നറിയോ? അതായത് ആസിഡിന്റെ ഒപ്പം 10 ലിറ്റർ കൂടി ആഡ് ചെയ്തപ്പോ ആസിഡും വാട്ടറും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 3 is to 1 ആയി. 3 is to 1 ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ എന്റെ കൈവശം ആദ്യം ഉണ്ടായിരുന്ന ആസിഡ് എത്രയാണ്? വാട്ടർ എത്രയാണ്? ആ ലിക്വിഡിൽ ഉണ്ടായിരുന്ന ആസിഡ് എത്രയാണ്? വാട്ടർ എത്രയാണ്? ഇതാണ് ചോദ്യം. സോ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഉടനെ നമുക്കറിയാം എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഇതിന്റെ n ടേംസുകൾ തമ്മിലൊന്ന് മൾട്ടിപ്ലൈ ചെയ്യുക, ഇതിന്റെ മിഡിൽ ടേംസുകൾ തമ്മിലൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. സത്യത്തില് ഇങ്ങനെ ആലോചിക്കുന്നതിനെക്കാളും നല്ലത് ഇതിനെ നമ്മൾ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും ഇതിനെ നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും ഈക്വൽ ആവുന്നു. അതായത് ഇതിനെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും ഇതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും പരസ്പരം ഈക്വൽ ആവും എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ് ഈ എഴുതിയത് കേട്ടോ. വേറെ ഒന്നുമല്ല. അത് എളുപ്പത്തിൽ ഞാൻ ഇങ്ങനെ അരമാർക്ക് ഇട്ടിട്ട് കാണിച്ചു തന്നു മാത്രമേ ഉള്ളൂ. സോ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യില്ലേ? അപ്പോ 1 into 4x plus 10 അതെന്താ വരിക? 4x plus 10 തന്നെയാണ് വരിക അല്ലെ? 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 3x into 3x എന്താ വരിക? 9x എന്നാണ് വരിക. 9x. നമുക്ക് ഇതൊന്ന് മാറ്റി എഴുതാം. ഈ 4x നെ അപ്പുറത്തേക്ക് മാറ്റാം. അപ്പൊ 10 equal to 9x minus 4x. So 10 equal to 5x. So x is equal to 10 by 5 and that is equal to 2. Okay. So എന്റെ കൈവശം ഉണ്ടായിരുന്ന ആദ്യത്തെ ആസിഡ് 4 into 2 എത്രയാ? 8. എന്റെ കൈവശം ഉണ്ടായിരുന്ന വാട്ടർ 3 into 2 and that is equal to 6. അപ്പൊ ആദ്യം എന്റെ കൈവശം 8 liters of ആസിഡ് ഉണ്ടായിരുന്നു, 6 liters of വാട്ടർ ഉണ്ടായിരുന്നു. ഓക്കേ അല്ലേ? റെഡി അല്ലേ? ആ പറഞ്ഞ ചോദ്യം. ഇങ്ങനെ ധാരാളം ക്വസ്റ്റ്യൻസ് നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. ഞാൻ ആ പേജ് നമ്പർ ഒന്ന് സൂചിപ്പിക്കാം നിങ്ങളോട്. മലയാളം മീഡിയത്തിലാണെങ്കിൽ പേജ് നമ്പർ 137 ആണ്. പേജ് നമ്പർ 137 മലയാളം മീഡിയം ടെക്സ്റ്റ് ബുക്കിൽ കേട്ടോ. എന്റെ കൈവശം ഇംഗ്ലീഷ് മീഡിയം ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ആ പേജ് നമ്പർ പറയാത്തത്. ക്ഷമിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാൽ അറിയാമല്ലോ അത് ഏത് പേജാണ് വരിക, മാഷ് ഈ പറയുന്ന ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് എവിടെയാണ് വരിക എന്നുള്ളത്. അവിടെ നോക്കുക. അവിടെ നിങ്ങൾക്ക് കുറച്ചധികം പണി തരും. കാരണം എന്താ പറയുക, ഞാൻ ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ അവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അതിന് ഇനി 5 ക്വസ്റ്റ്യൻസ്, 5 ചോദ്യങ്ങൾ ഇനി ബാക്കിയുണ്ട്. ആ പേജ് നമ്പർ 137 6 ചോദ്യങ്ങൾ ടോട്ടലില്
ഫസ്റ്റ് ക്വസ്റ്റ്യൻ മാത്രമേ ഇപ്പൊ ഞാൻ ഡിസ്കസ് ചെയ്തുള്ളൂ. കാരണം വേറെ കുറെ പ്രോബ്ലംസ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടി വന്നു. അതുകൊണ്ടാട്ടോ, അല്ല ഒന്നല്ല, ഇപ്പൊ സമയം കിട്ടുമല്ലോ ഇനി. അതുകൊണ്ട് നമ്മുടെ വീഡിയോ അങ്ങനെ നീണ്ടുപോകാൻ പറ്റില്ല, ഒരു പരിധി ലിമിറ്റ്. സോ ഞാനിവിടെ വെച്ചിട്ട് നിർത്തുകയാണ്. അപ്പൊ ഇനി നിങ്ങളുടെ പണി ഈ പേജിലുള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മുതൽ 6ാമത്തെ ക്വസ്റ്റ്യൻ വരേക്ക് ഒന്ന് ട്രൈ ചെയ്യാം. കിട്ടും, കിട്ടാത്ത ക്വസ്റ്റ്യൻസ് ഒന്നും അതിലില്ല. ഇതേപോലെ എന്തെങ്കിലും സംശയം വരികയാണെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ആ പർട്ടിക്കുലർ പ്രോബ്ലം മാത്രം ഒന്ന് ഡിസ്കസ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ അല്ലേ? സോ hope that you have enjoyed today's class. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും റേഷ്യോയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം, കാണാം. അതുവരേക്ക് എപ്പോഴും ഭാഷ സ്ഥിരം പറയുന്ന പോലെ ടേക്ക് കെയർ ആൻഡ് ബൈ.